ഹലോ ഹായ് ദിസ് ഇസ് മീ സതാൻ. നമ്മുടെ മമ്മൂക്കയുടെ ആണെങ്കിൽ ടർബോ സിനിമ കഴിഞ്ഞ ദിവസം റിലീസ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരേപോലെ പോസിറ്റീവും നെഗറ്റീവും റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ തന്നെ ഞാൻ പറയുകയാണ്, നമ്മുടെ മമ്മൂക്ക ഒരു സിനിമ ജിഹാദാണോ? അതായത് സിനിമകൾ ചെയ്തുകൊണ്ട് അതിലൂടെ ഹിന്ദു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കാനും ഒപ്പം നമ്മുടെ നാട്ടിലുള്ള തീവ്രവാദ സംഘടനകളെ മുഴുവൻ നോർമലൈസ് ചെയ്തുകൊണ്ട് ആളുകൾക്കിടയിൽ സോഫ്റ്റായിട്ട് അവതരിപ്പിക്കാനും ശ്രമിക്കുന്ന മട്ടാഞ്ചേരി മാഫിയ പോലെയുള്ള ഇത്തരം സംഘടനകളുടെ ഒരു പ്രധാന കണ്ണിയാണോ നമ്മുടെ മമ്മൂക്ക? അപ്പം ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഉയർന്നു വരാനുള്ളൊരു പ്രധാന കാരണം എന്ന് വെച്ചാൽ 2 ആഴ്ച മുന്നേ മറുനാടൻ എക്സ്ക്ലൂസീവിൽ ഒരാൾ വന്ന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. ആ ഒരു ഇൻ്റർവ്യൂവിൽ പ്രധാനമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഉണ്ടാ പുഴു പോലുള്ള സിനിമകൾ നമ്മുടെ മമ്മൂക്ക ചെയ്തിട്ടുള്ളത് ചില അജണ്ടകളുടെ ഭാഗമായിട്ടാണെന്നും മമ്മൂക്ക നമ്മുടെ ഹിന്ദു സമുദായത്തെ, നമ്മുടെ നാട്ടിലുള്ള ഹിന്ദു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പരാമർശം കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ശേഷം വന്നുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ച പഴക്കമുള്ളൊരു കണ്ടന്റ് ആണെങ്കിലും ഇത് ഒരുപാട് ഇന്നലകളിലെയും ഇന്നത്തേതും ഇനി നാളെ വരാൻ പോകുന്ന നാളുകളിലേക്കുമൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇനി വഴിവെക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് 2 ആഴ്ച പഴക്കമുണ്ടായിട്ട് നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ സംഭവം എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഹിന്ദുക്കളെ മോശക്കാരനാക്കാൻ വേണ്ടി മമ്മൂട്ടി മനഃപൂർവ്വം ചെയ്ത സിനിമയാണ് പുഴു എന്ന തരത്തിൽ വ്യാപകമായ പ്രചരണമാണ് സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകളിൽ നിന്നുണ്ടാകുന്നത്. മമ്മൂട്ടി വെറും മുഹമ്മദ് കുട്ടിയാണ്, പുതുതായി പുറത്തിറങ്ങുന്ന ടർബോ സിനിമ കാണരുത്, അങ്ങനെ നീളുകയാണ് വെറുപ്പിന്റെ വാക്ക്. മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന സിനിമയിലെ സംവിധായിക രത്തീനയുടെ മുൻ ജീവിത പങ്കാളി ഷർഷാദ് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ പരാമർശമാണ് ദുഷ്ടലാക്കോടുകൂടി ഇവർ ഉപയോഗിച്ചത്. ജാതി രാഷ്ട്രീയത്തിനെതിരെ സംസാരിച്ച പുഴു ചെയ്യാൻ മമ്മൂട്ടി അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് ഷർഷാദ് പറഞ്ഞത്. അപ്പോൾ ഇതായിരുന്നു സംഭവം. അപ്പോൾ ഈ ഒരു മമ്മൂക്കിക്ക് ഈ ഒരു കാര്യത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പങ്കുകളുണ്ടോ എന്നുള്ള രീതിയിലേക്ക് എനിക്കൊരു സംശയം തോന്നാനുള്ള, എന്നെ ഹുക്ക് ചെയ്തൊരു എലമെന്റ് എന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഈ ജനം ടി വിയിൽ ഒരു ഡിബേറ്റ് നടന്നിട്ടുള്ളതിൽ ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ ഭയങ്കരമായിട്ട് എന്നെ ഹുക്ക് ചെയ്ത്. അപ്പം ആ ഒരു സാധനം ഞാനൊന്ന് കേൾപ്പിക്കാം നിങ്ങളെ. ആ CBI സീരീസ് വരുന്ന സമയത്ത് ആ കേന്ദ്ര കഥാപാത്രത്തിന് അലി ഇമ്രാൻ എന്ന പേരാണ് നൽകിയിരുന്നത് എന്നും അത് പിന്നീട് മമ്മൂട്ടി തന്നെയാണ് പറയുന്നത് അതല്ല ആ ഒരു കഥയുടെ സന്ദർഭത്തിനും കാര്യത്തിനും ഒക്കെ കൂടുതൽ നല്ലത് അത് ഇതുപോലെ ഒരു ബ്രാഹ്മണ കഥാപാത്രമാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അയ്യർ കഥാപാത്രമാണെങ്കിൽ അതാണ് നല്ലത് എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആ ഇന്റർവ്യൂ അതെനിക്ക് തോന്നുന്നു ETV ഭാരതിന് എന്തോ നൽകിയിരുന്ന ഒരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ പിന്നീട് നമ്മുടെ നാട്ടിലുള്ള പല പോർട്ടലുകളും അതിനെക്കുറിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: മമ്മൂട്ടിയാണ് ആ പേര് വേണ്ടെന്ന് പറഞ്ഞിരുന്നത് തുറന്നു പറയുകയാണ് SN സ്വാമി. താൻ മുസ്ലിം ആയതുകൊണ്ടാണോ മുസ്ലിം കഥാപാത്രമാക്കിയതെന്ന് ആളുകൾ ചോദിക്കുമെന്ന് മമ്മൂട്ടി പറഞ്ഞതിനെ കുറിച്ചും SN സ്വാമി പറയുന്നു. എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഒരു കഥാപാത്രത്തിന്റെ ജാതി, മതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു സിനിമയിൽ പ്ലേസ് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കൺസേണുകൾ ഉണ്ടാകുമെന്ന് പണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ആളാണ് ശ്രീ മമ്മൂട്ടി എന്ന കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ അങ്ങനെ ഒരു ചോദ്യം വരാതിരിക്കാൻ ഈ പേര് വേണ്ടെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഇതൊരു ആക്ഷൻ പാക്ട് ചിത്രമാണല്ലോ, അത് കാരണം ബ്രാഹ്മണ കഥാപാത്രമാകും നല്ലത് എന്ന സജഷൻ വന്നു. അതും മമ്മൂട്ടിയുടെ ഭാഗത്തു നിന്നാണ് വന്നത് എന്ന് SN സ്വാമി പറഞ്ഞു എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സിനിമയുടെ എല്ലാവിധ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള, പണ്ടേ ബോധ്യമുള്ള ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഇന്നുണ്ടാകുന്ന ഒരു സിനിമയിൽ അത് ബ്രാഹ്മണ വിരുദ്ധമാകുന്നുണ്ടോ, അതിൽ ജാതീയത കാണിക്കുകയും ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയോട് വളരെ വലിയ രീതിയിലുള്ള വിവേചനം കാണിക്കുന്നുണ്ടോ, ഏതെങ്കിലും ഒരു തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ സോഫ്റ്റൻ ചെയ്ത് കാണിക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാകേണ്ടുന്നയാളാണ് ശ്രീ മമ്മൂട്ടി. ഇതേടൊപ്പം എന്നെ പോലെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും ഇത്തരം ഒരു സംശയം നമ്മുടെ മമ്മൂക്കിയുടെ അടുത്ത് തോന്നിയിട്ടുണ്ടാവും. സ്വാഭാവികം. കാരണം വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇത്തരം ചില കാര്യങ്ങളെ പറ്റിയിട്ട് വളരെ ബോധവാനായിട്ടിരുന്ന നമ്മുടെ മമ്മൂക്ക ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം സിനിമകൾ ചെയ്യുന്നതിൻ്റെ മോട്ടീവ് എന്താണ് എന്നുള്ളത് ഏതൊരാൾക്കും ഒരു സംശയം തോന്നാം. അപ്പം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വർഷങ്ങൾ പിന്നോട്ട് സഞ്ചരിക്കേണ്ടതായിട്ട് വരും. അപ്പം ഇതിൻ്റെ തുടക്കം തൊട്ട് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു വരാം. അതായത് ഒരു 2-3 വർഷം മുന്നേ നമ്മുടെ പൃഥ്വിരാജനായിട്ട് ഇട്ടിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് വായിക്കാം. ലോകത്തിൻ്റെ 4/1 ഭാഗവും അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്ത് മലയാള രാജ്യം എന്ന സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിച്ച വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ചരിത്രം ഞങ്ങൾ സിനിമയാക്കുന്നു. ആസൂത്രിതമായി മറവിയിലേക്ക് തള്ളപ്പെട്ട മലബാർ വിപ്ലവ ചരിത്രത്തിൻ്റെ 100ാം വാർഷികത്തിൽ 2021 ചിത്രീകരണം ആരംഭിക്കുന്നു. അപ്പോൾ വാര്യംകുന്നത്ത് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ആണെങ്കിൽ ചെയ്യാനിരിക്കുകയായിരുന്നു നമ്മുടെ പൃഥ്വിരാജേട്ടൻ. അപ്പം അതിനുശേഷം ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് കുറെ നാളുകൾക്ക് ശേഷം വന്നിട്ടുള്ള ഒരു ന്യൂസ് കൂടി ഞാനിവിടെ പ്ലേ ചെയ്യാം. ഏറെ വിവാദമായ വാര്യംകുന്നൻ സിനിമയിൽ നിന്ന് സംവിധായകൻ ആഷിക് കപൂറും നടൻ പൃഥ്വിരാജും പിന്മാറി. നിർമ്മാതാക്കളുമായുള്ള ഭിന്നതയാണ് കാരണം. എന്നാൽ സിനിമയുമായി മുന്നോട്ട് പോകാനാണ് നിർമ്മാതാക്കളുടെ തീരുമാനം എന്നാണ് സൂചന. കഴിഞ്ഞ വർഷം ജൂണിലാണ് ആഷിക് കപൂർ വാര്യംകുന്നൻ സിനിമ പ്രഖ്യാപിച്ചത്. ഇതോടൊപ്പം മലബാർ കലാപവും വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജിയും പ്രമേയമായി 3 സിനിമകൾ കൂടി പ്രഖ്യാപിക്കപ്പെട്ടു. 4 സിനിമകളിൽ 3ലും വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജി നായകസ്ഥാനത്തായിരുന്നു. അലി അക്ബർ സംവിധാനം ചെയ്ത സിനിമയിൽ ഹാജി വില്ലനും. വാര്യംകുന്നത്തിന് വീരപരിവേഷം നൽകിയുള്ള ആഷിഖിന്റെ സിനിമയ്ക്കെതിരെ ഹിന്ദു ഐക്യവേദിയുടെ രംഗത്തെത്തിയതോടെ വലിയ വിവാദമായി. പൃഥ്വിരാജിനെതിരെ അടക്കം വലിയ സൈബർ ആക്രമണം ഉണ്ടായി. ഇതിനിടയിൽ തിരക്കഥാകൃത്തുക്കളുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റിലെ രാഷ്ട്രീയത്തെ ചൊല്ലിയും വിവാദമുയർന്നു. പിന്നീട് അനക്കമൊന്നുമില്ലാതെയിരുന്ന വാര്യംകുന്നൻ സിനിമയിൽ നിന്നാണ് ഒടുവിലായി സംവിധായകൻ ആഷിക് കപൂറും നടൻ പൃഥ്വിരാജും പിന്മാറിയത്. നിർമ്മാതാക്കളുമായുള്ള അഭിപ്രായ ഭിന്നതയെ
തുടർന്നാണ് പിന്മാറ്റമെന്ന് പറയുമ്പോഴും നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ വിവാദമുണ്ടാക്കിയ സിനിമയുമായി മുന്നോട്ട് പോകണ്ട എന്ന ചിന്തയും കാരണമായെന്നാണ് സൂചന. നേരത്തെ അൻവർ റഷീദ് നടൻ വിക്രമൻ നായകനാക്കി വാര്യംകുന്നൻ ഒരുക്കാനായിരുന്നു പദ്ധതി. ഈ സിനിമയാണ് പിന്നീട് ആഷിഖ് കപൂറിലേക്കും പൃഥ്വിരാജിലേക്കും എത്തിച്ചേർന്നത്. ഇരുവരും പിന്മാറിയെങ്കിലും പുതിയ ടീമുമായി നിർമ്മാതാക്കൾ സിനിമ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് വിവരം. അപ്പോൾ ഇത് കേട്ടല്ലോ, നിർമ്മാതാക്കളുമായിട്ടുള്ള എന്തൊക്കെയോ ചില പ്രശ്നങ്ങളും പിന്നെ സമൂഹത്തിൽ ഇത്തരം ഒരു സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും അത്തരം കാരണങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ മട്ടാഞ്ചേരി മാഫിയയെ പറ്റിയിട്ട് സംസാരിച്ചേ മതിയാകുള്ളൂ. എന്താണ് മട്ടാഞ്ചേരി മാഫിയ എന്നുള്ളത് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹമാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് തൻ്റെ യൂട്യൂബ് ചാനൽ സന്തോഷ് പണ്ഡിറ്റ് ഓൺലൈൻ എന്ന് പറയുന്ന തൻ്റെ യൂട്യൂബ് ചാനൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ പ്ലേ ചെയ്യാം. ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന ഒരു സിനിമ, അപ്പോൾ ഈ മട്ടാഞ്ചേരി മാഫിയ ചെയ്തിരിക്കുന്ന ഈ സിനിമയിൽ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതിൽ സൗബിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഇത്രയും പ്രതിഭയുള്ള നടൻ ഓൺലി നായർ, നമ്പൂതിരി ഇങ്ങനെയുള്ള ഹയർ കാസ്റ്റ് ക്യാരക്ടേഴ്സേ ചെയ്യാറുള്ളൂ, മറ്റുള്ള സിനിമ ഇത് ചെയ്യാറില്ല. മറ്റുള്ള ആളുകളെ അദ്ദേഹം ഒരിക്കലും അഭിനയിച്ചിട്ടില്ല. അദ്ദേഹം അഭിനയിച്ച എല്ലാ സിനിമകളിലും അദ്ദേഹം സവർണനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പരിപാടി കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും, മോഹൻലാൽ എന്ന് പറയുന്ന ആ മഹാനടൻ എല്ലാ തരം ക്യാരക്ടേഴ്സും ഈവൻ ആദിവാസിയായിട്ട് വരെ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അതേസമയം അദ്ദേഹം ചെയ്തിരിക്കുന്ന ഇത്രയും സിനിമകളിലെ 4-5 സിനിമയുടെ റെഫറൻസ് മാത്രം എടുത്ത് അദ്ദേഹം ഒരു സവർണരുടെ ആളാണ്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടരുത് എന്ന് സൗബിൻ്റെ ക്യാരക്ടർ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിൽ പറയുന്നുണ്ട്. അതായത് മട്ടാഞ്ചേരി മാഫിയ ചെയ്യുന്ന സിനിമകൾ ശക്തമായി മോഹൻലാൽ എന്ന് പറയുന്ന നടനെയും അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദൻ അതുപോലെ സുരേഷ് ഗോപി സാർ അങ്ങനെയുള്ള ആളുകളെ ശക്തമായി എതിർക്കുന്ന, അവരെ തീരെ ഇഷ്ടമില്ലാത്തൊരു വിഭാഗമാണ് ഈ മട്ടാഞ്ചേരി മാഫിയ. മട്ടാഞ്ചേരി മാഫിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മുതൽ മുടക്കി കിട്ടണമെന്നില്ല. കാരണം പല സിനിമകളും, നമുക്കത് ഉറപ്പില്ല എന്നാൽ നമുക്ക് പറയാൻ പറ്റും, പല സിനിമകളും വിദേശത്തു നിന്നാണ് ഫണ്ട് വരുന്നത്. മനസ്സിലായി? അപ്പോൾ വിദേശ ഫണ്ടുകൾ കൊണ്ട് ചെയ്യുന്നുണ്ട്. ലാഭം കിട്ടിയാൾക്ക് കൊടുത്താൽ മതി, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അവർക്ക് ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. മട്ടാഞ്ചേരി മാഫിയ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇവിടെയുള്ള പല സിനിമകളും നമ്മളെ ഇവിടേക്ക് ഇറക്കുമ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണുന്ന ഒരു മുഖമായിരിക്കില്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രൊഡ്യൂസർ. കാരണം ഇതിൻ്റെ ഫണ്ടിങ് പുറത്തുനിന്നാണ് വരുന്നത്. അപ്പം പുറത്തുനിന്ന് ഇത്തരം ഒരു ഫണ്ടിങ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത്തരം ചില അജണ്ടയുടെ ഭാഗമായിട്ട് ഇത്തരം ചില സിനിമകൾ ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യം എന്താണ്? കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. ഇപ്പോഴത്തെ ഈ വാദത്തിലേക്ക് വരാം. അതായത് ഈ ഉണ്ട, പുഴു എന്നീ സിനിമകൾ തിരക്കഥാകൃത്ത് ഈ വ്യക്തിയായിരുന്നു ഈ വാര്യംകുന്നൻ എന്ന് പറയുന്ന ഒരു സിനിമ സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അദ്ദേഹമായിരുന്നു, നമ്മൾ ആ സിനിമയെക്കുറിച്ച് കേട്ടിരുന്നു. പക്ഷെ കുറച്ച് പേര് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ആ സിനിമ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഫോറിന് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് അവർക്ക് ഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞ ആളത് ഒഴിയാണ് ഉണ്ടായെന്ന് തോന്നുന്നു. കാരണം അതിന് കൂടുതൽ അന്വേഷണമൊക്കെ വന്നു കഴിഞ്ഞാൽ പണം ഇവിടുന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ടാണോ, ഇനി അതല്ല സ്വാഭാവികമായിട്ടും ഓക്കെ ചിലർ എതിർത്തല്ല, ഞാനും വേദനിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണോ എന്ന് വിചാരിച്ചാൽ അവർ ആ സിനിമ ഒഴിവാക്കിയതാണ്. വാര്യംകുന്നൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ എന്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയില്ല എന്നുള്ളത് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കുന്നുണ്ട് മട്ടാഞ്ചേരി മാഫിയെ പറ്റിയിട്ട്, അതോടൊന്ന് കേൾക്കാം. ഇനി നിങ്ങൾ ഈ പരിപാടി കാണുന്ന ആളോട് എനിക്ക് പറയാം, നിങ്ങളൊന്ന് ബാക്കോട്ട് പോവുക. അതായത് 2014 ശേഷം മലയാളത്തിൽ ഇറങ്ങിയ നിങ്ങൾ കണ്ട് കൈയടിച്ച സിനിമകൾ വരെ എടുക്കുക. അതിൽ വില്ലന്മാരായിരുന്നു, അവരുടെ മതം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അത് കണ്ടിന്യൂസ് അത് ആര് ചെയ്തു, അത് മട്ടാഞ്ചേരി മാഫിയുടെ സിനിമയാണെന്ന് അറിയാൻ ഇനിയും നിങ്ങൾ കാണാൻ പോകുന്ന സിനിമകൾ എടുക്കുക. അതിലെ വില്ലന്മാരുടെ മതവും ജാതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവും ഇവരുടെ അജണ്ട എന്ത്. മട്ടാഞ്ചേരി മാഫിയയുടെ അജണ്ടയുടെ ഭാഗമായിട്ട് വരുന്ന സിനിമകൾ ഏതാണെന്നുള്ളത് ഇങ്ങനെ തപ്പി നോക്കാം. മീൻസ് കൂടുതൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വിവാദങ്ങളായിട്ടുള്ള സിനിമകൾ ഏതാണെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാനപ്പോൾ ഇത് ഇങ്ങനെ റിസർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇതുപോലൊരു വീഡിയോ കണ്ടതാണ്. നമ്മുടെ ഭീഷ്മപർവ്വം സിനിമയ്ക്കകത്ത് നമ്മുടെ മമ്മൂക്ക കറുപ്പും ഡ്രസ്സ് ഇട്ടത് ശബരിമലയുമായിട്ട് ബന്ധപ്പെടുത്തി ചില പരാമർശങ്ങൾ ഞാനൊരു സൈഡിൽ കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് ഇതൊക്കെ ഇങ്ങനെയൊക്കെ പടച്ചു വിടുന്നതെന്നുള്ളത്. പിന്നെ ഞാൻ ഇത് കൂടുതലും ഇത്തരം ചില അജണ്ടയുടെ ഭാഗമായിട്ട് വരുന്ന ചില സിനിമകൾ കൂടുതലും ബോളിവുഡിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉറി സിനിമ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് വന്നൊരു സാധനം, അത്യാവശ്യം ചിന്തിക്കാൻ മൂലമുള്ള ആളുകൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും അത് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നുള്ളത്. അപ്പം അവിടെ ഇങ്ങനെ ഒരു സിനിമ ഇറക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ കേരളത്തിൽ അത്രയും പോലും സാക്ഷരതയില്ലാത്ത അല്ലെങ്കിൽ അത്രത്തോളം ചിന്തിക്കാൻ ബുദ്ധിയും വിവരവും ശേഷിയും ഇല്ലാത്ത കുറച്ച് ആളുകളായിരിക്കും ആ ഒരു ഏരിയയിലുള്ളത്, നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കുള്ളത്. പക്ഷേ നമ്മുടെ ഇവിടെ കേരളത്തിൽ കുറച്ച് ബുദ്ധിയും വിവരവും ചിന്തിക്കാൻ ശേഷിയുള്ള കുറച്ച് ആളുകൾക്കിടയിലേക്ക് ഇത്തരം സിനിമകൾ എത്തിക്കുമ്പോൾ ഇത് വർക്കൗട്ട് ആവുകയോടെ. ഈ അടുത്ത കാലത്ത് സൂപ്പർ ഹിറ്റ് ആയ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, പുറത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ABCD ആണ്. പക്ഷേ നിങ്ങളൊക്കെ ന്യൂസ് വായിച്ചിട്ടുണ്ടാവും, വേറെ ഒരാൾ ഇവർക്കെതിരെ കേസ് ഫയൽ ചെയ്തു, എനിക്ക് പൈസ തരുന്നില്ല, ഞാനാണ് ഇതിൽ പൈസ മുടക്കിയത്, എനിക്ക് പൈസ തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പടം സൂപ്പർ ഹിറ്റ് ആയപ്പോൾ ഇത് പൈസ മുടക്കിയ വ്യക്തി ഈ സൂപ്പർ ഹിറ്റ് സിനിമയുടെ ആളുകൾക്കെതിരെ പരാതി കൊടുക്കുക. ആ സിനിമ പിന്നെ OTT ഇതിലൊക്കെ കുറച്ച് അവർ ബുദ്ധിമുട്ടിയിരുന്നു. ഈ ന്യൂസ് നമ്മൾ വായിച്ചു. പക്ഷേ പുറമെ പറഞ്ഞത് ABCD ആണ്. പക്ഷേ ഇപ്പോൾ കേസ് ഫയൽ ചെയ്യുമ്പോൾ അവർ എഗ്രിമെൻറ്റ് വന്നിരിക്കുന്നത് വേറെ ആളുമായിട്ടാണ്. കണ്ടോ, മട്ടാഞ്ചേരി മാഫിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂരിഭാഗം സിനിമകളും ഫണ്ട് ചെയ്യുന്ന വേറെ ആളായിരിക്കാം. കേരളത്തിൽ അധോലോകം വന്നോടെ മട്ടാഞ്ചേരി മാഫിയ. എന്തായാലും ഇതുവരെ ഉള്ള നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഇത്തരം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ.
ഇനി നമുക്ക് നേരെ നമ്മുടെ മമ്മൂക്കയുടെ ഈ ഒരു വിഷയത്തിലേക്ക് വരാം. അതായത് പുഴു സിനിമയുടെ ഈ ഒരു വിഷയം. കാര്യം പുഴു സിനിമയിൽ മമ്മൂക്ക അഭിനയിച്ചതാണല്ലോ ഇത്ര വലിയ പ്രശ്നമായിട്ട് ആ ഒരു വ്യക്തി വന്നിട്ട് മറുനാടൻ എക്സ്ക്ലൂസീവിൽ വന്നിട്ടുള്ള ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അപ്പം ഇതിന് വളരെ കൃത്യമായിട്ട് 1-2 വർഷം മുന്നേ ഈ ഒരു പുഴു എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ നമ്മുടെ മറുനാടൻ മലയാളിയിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിലെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടുന്ന് പ്ലേ ചെയ്യാം. കൃഷ്ണ എന്നൊരാൾ എഴുതിയ കുറിപ്പ്. ഉണ്ട എന്ന പടം കണ്ടപ്പോഴാണ് ഉണ്ടയുടെ തിരക്കഥ ആരാണ് എന്ന് അന്വേഷിച്ചത്. നക്സലേറ്റുകൾ പാവങ്ങളാണെന്ന് പറഞ്ഞു വെക്കുന്ന സിനിമ വെറുതെ അങ്ങനെ നിഷ്കളങ്കമായി ഉണ്ടാവില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചതുകൊണ്ട് പിന്നണി പ്രവർത്തകരെ കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ അന്ന് വരെ മലയാള സിനിമയിൽ പരിചിതമില്ലാത്ത പേരാണ് കണ്ടത്, ഹർഷദ്. അയാൾക്ക് മമ്മൂട്ടിയെ പോലെയുള്ള മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നടൻ ഡേറ്റ് കൊടുക്കുന്നു. പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അത്രയും മികച്ച സ്ക്രിപ്റ്റ് ആയിരുന്നു ഉണ്ട, അല്ലെങ്കിൽ പുതുമുഖ എഴുത്തുകാരനെ മമ്മൂട്ടി എന്നൊരു നടൻ ഡേറ്റ് കൊടുക്കാനുണ്ടായ ചേതോവികാരം എന്തായിരുന്നു? അന്വേഷണ സ്വഭാവം ഉള്ളിൽ ഉള്ളതുകൊണ്ടാവാം അന്ന് തന്നെ ഹർഷദിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. കോഴിക്കോട് സ്വദേശിയാണ്, സിനിമ മേഖലയുമായി യാതൊരു മുൻബന്ധവുമില്ല, വടകരയിലോ മറ്റുമാണ് ജന്മനാട്. കോഴിക്കോട് അയാൾ അറിയാവുന്നവർക്കെല്ലാം പറയാനുള്ളത് പഴയ സിമി പ്രവർത്തകൻ അല്ലേ എന്നാണ്. അതായത് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിന്റെ പേരിൽ നിരോധിച്ച സംഘടനയുടെ പ്രവർത്തകൻ. എന്റെ ഊഹം തെറ്റിയില്ല എന്ന് മനസ്സിലായി. സിമി നിരോധിച്ചപ്പോൾ ആശയം ഉള്ളിൽ പേര് നടക്കുകയായിരുന്നു അയാൾ. ആർക്കും അയാളെക്കുറിച്ച് അന്വേഷിച്ച് നോക്കാം, ഉത്തരം മറ്റൊന്നാവില്ല. സിനിമ എന്ന മേഖല അയാൾക്ക് ഇഷ്ടമോ ബിസിനസ്സോ അല്ല. പടം വിജയിക്കുന്നതും പരാജയവും അയാളുടെ വിഷയമാണെന്ന് തോന്നുന്നില്ല. ഉദ്ദേശം ആശയ പ്രചരണമാണ്, ലക്ഷ്യം പകൽ പോലെ വ്യക്തവും. പിന്നീട് അയാളുടെ പേര് വീണ്ടും ഉയർന്നു കേട്ടത് പൃഥ്വിരാജിനെ വെച്ച് വാര്യൻകുന്നൻ എന്ന മലബാർ വംശഗതിയുടെ കഥ പറയുന്ന സിനിമ എടുക്കുന്ന പേരിലാണ്. ഇവിടെയും ചേതോ വികാരം പറയാൻ ഉദ്ദേശിക്കുന്ന ആശയവും എന്താണെന്ന് വ്യക്തമാണല്ലോ. ആ കോലാഹലത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും അയാളുടെ പേര് കേട്ടത് പുഴു എന്ന സിനിമയുടെ തിരക്കഥാകത്തെ എന്ന പേരിലാണ്. ഉണ്ട ഒരു പരാജയമായിട്ട് കൂടി മമ്മൂട്ടിയെ പോലെയുള്ള നടനെ വെച്ച് അയാൾക്ക് വീണ്ടും സിനിമ എടുക്കാൻ അവസരം കിട്ടിയിരിക്കുന്നു, വീണ്ടും ഡേറ്റ് കൊടുത്തിരിക്കുന്നു. അതിനേക്കാൾ തമാശ മമ്മൂട്ടിയുടെ പേഴ്സണൽ മേക്കർമാനായിരുന്ന ജോർജ് ആണ് ഇതിൽ പ്രൊഡ്യൂസർ എന്നറിയുമ്പോഴാണ്. ബിനാമി അല്ലെന്ന് വിശ്വസിക്കാം. സവർണ്ണ അവർണ്ണ ജാതിയുടെ കഥ പറയുന്ന സിനിമ. എന്തു സമൂഹം ഇപ്പോഴും ഇങ്ങനെയാണെന്ന് സിമി പ്രവർത്തകനെ ഹർഷദ് നമ്മുടെ മമ്മൂട്ടിയുടെ പറയുകയാണ്. അതോടൊപ്പം വളരെ ഭംഗിയായി ഇരവാദവും. എല്ലാം വെറും സിനിമയാണെന്നും സമൂഹത്തിലെ തെറ്റുകൾ ഹർഷദ് ചൂണ്ടിക്കാണിച്ചതാണ് എന്നും നിഷ്കളങ്കമാണെന്നും നമ്മൾ വിശ്വസിച്ചേക്കാം. കിടന്നുറങ്ങാനുള്ള വകുപ്പുള്ള സിനിമയായത് സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് കരുതിയാണ്. സിനിമ എന്ന നിലയിൽ അത് പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞതുമാണ്. പക്ഷേ ഹർഷദ് ശ്രദ്ധിക്കുക, അത് സംസാരിക്കാതിരിക്കാനാവില്ല. ഓരോ സീനിലും വിഷം കുത്തി നിറയ്ക്കാൻ സാധിക്കുന്ന മലയാള സിനിമാ മേഖലയിൽ വളർന്നു വരുന്ന വിഷസർപ്പമാണ് അയാൾ. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി ആരാണ് മലയാള സിനിമാ മേഖലയിൽ എക്കോസിസ്റ്റം ഒരുക്കുന്നത് എന്നാണ് അറിയേണ്ടത്. നമ്മുടെ നാട്ടിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ട് നിരോധിക്കപ്പെട്ടിരുന്ന ഒരു സംഘടനയായിരുന്നു സിമി എന്ന് പറയുന്നത്. അപ്പം ഇതേ സിമിയിലെ മുൻ പ്രവർത്തകന്റെ ആ ഒരു സിനിമ ഏറ്റെടുത്ത് ചെയ്യാമെന്ന് അങ്ങോട്ട് പറയുകയും ശേഷം ആ ഒരു സിനിമ ചെയ്തതിന്റെ പിന്നിലുള്ള നമ്മുടെ മമ്മൂക്കയുടെ പിന്നിലുള്ള ചേതോ വികാരം എന്തായിരുന്നു? ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ, അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പം ഇതിനെ പറ്റിയിട്ട് മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. ഈ ഇന്റർവ്യൂ നടത്തിയ യൂട്യൂബ് ചാനലിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയോ? ആ യൂട്യൂബ് ചാനലിന്റെ ഉടമസ്ഥനെ വിദേശത്തുള്ള എയർപോർട്ടിൽ വെച്ച് തല്ലി എന്ന ആരോപണ വിധേയനായ ഒരാളാണ് രാജേഷ് കൃഷ്ണ. അത് അദ്ദേഹം ഏറ്റവും ഞാൻ തല്ലിയിട്ടുണ്ടെന്ന് പറയാം. അതിന്റെ പശ്ചാത്തലം നിഷ്ഠാൻ ഓർമ്മയുണ്ടാവും. വലിയ തോതിലുള്ള വിവാദം യൂട്യൂബ് ചാനലിനെ പറ്റി നടന്ന സമയത്ത് ഇയാൾ ഞാൻ തല്ലി എന്നായാലും സ്വയം ഏറ്റുപറയുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ അയാൾക്കെതിരെ ഒരാളെ കൊണ്ടുവന്ന് സംസാരിക്കുന്നതിനപ്പുറം ഈ ഇന്റർവ്യൂ നടന്ന വലിയ പ്രത്യേകിച്ച് മോഹങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിൽ അറിയാതെ മമ്മൂട്ടി അതിൽ ഇരയായി പോവുകയാണ്. അത് സംഘപരിവാർ ഏറ്റെടുക്കുകയാണ്. സംഘപരിവാറിന് എന്താണ് വേണ്ടത്? സംഘപരിവാറിന്റെ ലക്ഷ്യം മറ്റൊന്നാണ്. പക്ഷേ ഈ യൂട്യൂബ് ചാനലിന്റെ ഉടമയുടെ ലക്ഷ്യം എന്താണ്? തന്നെ തല്ലിയ ആൾക്കെതിരെ തിരിച്ച് തനിക്ക് പറ്റാവുന്ന രീതിയിൽ തല്ലുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. അപ്പോൾ അതിൽ മമ്മൂട്ടി ഇരയാക്കപ്പെടുകയാണ്. ഇതിനോട് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. ഇനി നിങ്ങൾ പറ, മമ്മൂക്ക ഒരു സിനിമാ ജിഹാദാണോ? അല്ലെങ്കിൽ ഇവർ പറഞ്ഞത് പ്രകാരം മറുനാടൻ എക്സ്ക്ലൂസീവിലൂടെ ഇത്തരം ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഷാജൻ സ്കറിക്ക് പേഴ്സണലി ഒരു ദേഷ്യമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു ചെറിയൊരു കൊട്ടു കൊടുക്കാമെന്ന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് ഇതിൽ മമ്മൂക്ക പെട്ടുപോയിട്ടുള്ളതാണോ എന്ന് ഇനി നിങ്ങൾ പറ. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് സംഘപരിവാർ എന്തായാലും വെറുതെ ഇരിക്കത്തില്ലല്ലോ. കാര്യം ഒരവസരം കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. കിട്ടാത്ത അവസരം അവർ ഉണ്ടാക്കിയെടുക്കുന്ന ചില പരിപാടികൾ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു കാര്യത്തിലാണെങ്കിൽ അത് ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്കിന് പല സോഷ്യൽ മീഡിയ പേജസിലൂടെ ആണെങ്കിൽ ഇതിനെ അവർ നല്ല രീതിയിൽ ആഘോഷിക്കുന്നുണ്ട്. എനിക്ക് എല്ലാവരുടെ അടുത്ത് പറയാനുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ ജാതി, രാഷ്ട്രീയം, മതം ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ നമ്മുടെ മനുഷ്യന് ജീവൻ ഉള്ളിടത്തോളം കാലം മാത്രമേ ഉള്ളൂ. ചത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മണ്ണിനടിയിൽ അല്ലെങ്കിൽ നമ്മളെ ദഹിപ്പിച്ച് കളയും. ഇത്ര മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ബെറ്റർ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കുക.